ഇന്ത്യയിൽ സ്വാതന്ത്ര്യം മോദിയുടെ കക്ഷത്തിലകപ്പെട്ടതിൻ്റെ യാതനയിലാണ്. ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്ന കറുത്ത ദിനങ്ങൾ കൊണ്ട് രാജ്യം വിങ്ങുകയാണ്. ബഹുസ്വരതയുടെ, മതേതരത്വത്തിൻ്റെ, ഐക്യത്തിൻ്റെ, അഖണ്ഡതയുടെ നിലവിളികളും ആർത്തനാദങ്ങളും ഇന്ത്യയുടെ നിസ്സഹായതയിൽ പൊലിഞ്ഞില്ലാതാവുകയാണ്. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ കടുത്ത സമരമുറകളിൽ സഹന സമരങ്ങളുടെ തീഷ്ണത ബ്രിട്ടീഷ് ഭരണകൂടങ്ങളെ പൊള്ളിച്ചുവെങ്കിൽ ഇന്ന് മോദി എന്ന സ്വേച്ഛാധിപതിയുടെ മുൻപിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മുറവിളികൾ ഉയരുമ്പോൾ അത് അടിച്ചമർത്താനാണ് മോദി ശ്രമിക്കുന്നത്. പുതിയ സ്വാതന്ത്ര്യത്തിനായുള്ള സമരമുറകളുടെ മുന്നിൽ നിന്നും രാഹുൽ ഗാന്ധി പ്രക്ഷോഭത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് പ്രതിരോധ ആയുധം. ഈ നിയമസംഹിതയാണ് പ്രക്ഷോഭത്തിൻ്റെ ശബ്ദം. അത് രാജ്യത്ത് അലയടിച്ചുയരാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. 2014 മോദി ഭരണത്തിലേറിയ കാലം മുതൽ പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി ഉയർത്തിയ മോദിക്കെതിരെയുള്ള ശബ്ദങ്ങൾ അത്രയും രാജ്യത്തിനു വേണ്ടിയായിരുന്നു. ഇന്ത്യയെ വർഗീയ തൊഴുത്തിൽ കൊണ്ട് കെട്ടി വിജയം വരിച്ച് രാജ്യമാകെ വർഗീയ കാളകൂടമെതിരെ ഇന്ത്യയുടെ മതേതരത്വത്തെ തകർത്ത് ഇന്ത്യയെ ഗ്രസിച്ച മോദി അധികാരത്തിലിരുന്നു കൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ജനാധിപത്യ ധ്വംസന നടപടികൾക്കെതിരെ രാജ്യത്താകെ വൻ പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR നടപ്പിലാക്കാൻ ധൃതി പിടിച്ച് കാര്യങ്ങൾ നീക്കുമ്പോൾ അതിൽ BJP ഒളിച്ചു വെച്ചിരിക്കുന്ന ചതി മനസ്സിലാക്കിയ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രാജ്യവ്യാപകമായി പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തിയാക്കുന്ന തരത്തിൽ SIR ത്വരിതപ്പെടുത്തി കഴിഞ്ഞു കേരളത്തിൽ അടക്കം. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ SIR പ്രക്രിയ നിർത്തിവെക്കണമെന്ന ഹർജികൾക്ക് വിശദമായ സത്യവാങ്മൂലം നൽകാൻ സമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് കേരളം സമർപ്പിച്ച ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കും. മറ്റ് സംസ്ഥാന ഹർജികൾ 2-ാം തീയതിയിലേക്ക് പരിഗണിക്കാൻ വച്ചിരിക്കുകയാണ്. ഇക്കാര്യം കോടതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് തമിഴ്നാട് ഇക്കാര്യത്തിൽ കർക്കശമായി തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത്. മമതാ ബാനർജി മോദിയെ പരസ്യമായി വെല്ലുവിളിച്ചു. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ അതീവ ആശങ്കയിൽ പ്രതിഷേധ സ്വരം ഉയർത്തുകയാണ്. അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ, ആസാം സംസ്ഥാനങ്ങളിൽ നിന്നും ഇനി എത്ര ലക്ഷം വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുമെന്ന ആശങ്കയിലാണ് രാജ്യം. ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടികയിൽ 2025 സെപ്റ്റംബറിൽ ബീഹാറിൽ 8.22 കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അവിടെ 7.42 കോടി എണ്ണം സൂചിപ്പിക്കുന്നത് 80 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് കാണാതായെന്നാണ്. രാജ്യത്ത് വോട്ട് ചോരി ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല എന്നിരിക്കെ ധൃതിയിൽ നടപ്പിലാക്കുന്ന SIRൽ ഗുരുതരമായ പിഴവുകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അതിവേഗം SIR നടപ്പിലാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിനാൽ തന്നെ കടുത്ത സമ്മർദ്ദത്തിലകപ്പെടുകയാണ് SIR ഉദ്യമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ. സമ്മർദ്ദം താങ്ങാനാവാതെ ഇന്നലെ വരെ 18ഓളം BLOമാർ ആത്മഹത്യ ചെയ്തു രാജ്യത്ത്. മരണത്തിന് മുൻപ് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത മരണമൊഴികളിലെല്ലാം പറയുന്നത് SIR സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്നതാണ്. കുറഞ്ഞ കാലയളവിൽ പൂർത്തിയാക്കാൻ കർശന നിർദ്ദേശത്തിൽപ്പെടുന്ന BLOമാർ അതീവ ഭീകരമായ സമ്മർദ്ദാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിസ്സഹായാവസ്ഥയുടെ രോധനം അവരുടെ രാജ്യത്ത് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും കാണുന്നില്ല അത്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് സമയപരിധി. ഈ സമയപരിധിക്കുള്ളിൽ ഓരോ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ച് അത് ക്രോഡീകരിക്കേണ്ടതും ഈ ദൗത്യത്തിൻ്റെ തീവ്രത കടുത്ത വെല്ലുവിളികളിൽ ആക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെ. സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ തങ്ങളുടെ ഉദ്യോഗത്തിനിടയിലാണ് അവർക്ക് ഈ അധിക ചുമതല നിയോഗിക്കപ്പെടേണ്ടി വന്നത്. ഈ അധിക ജോലി ഭാരം അവരുടെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെയും വ്യക്തിഗത ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന കടുത്ത ശാരീരിക മാനസിക സംഘർഷം അവർക്ക് താങ്ങാൻ കഴിയാത്തതാണ്. എന്നാൽ സർക്കാർ ഇതിൽ കണ്ണടയ്ക്കുന്ന സ്ഥിതിവിശേഷമാണ് താനും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേടുകൾ മാറ്റാനായി നടപ്പിലാക്കുന്ന SIR നടപടികളിൽ പൊലിയുന്ന മനുഷ്യജീവന് ഒരു വിലയും സർക്കാർ കൽപ്പിക്കാത്തത് നീതീകരിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നത്. കോൺഗ്രസ് പുറത്തുവിട്ട വിവരങ്ങളിൽ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലുമായി 18 പേർ ജീവനൊടുക്കി. ഒട്ടേറെ പേർ കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദത്തിൽ ആത്മഹത്യയുടെ വക്കിലാണ്.
ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വത്തോടെ ഇടപെടുന്നില്ല എന്ന ശക്തമായ വിമർശനം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. വോട്ട് ചോരി ഉയർത്തിയ സമരകാഹളത്തിന് പിന്നാലെ ഒരു പുതിയ മുന്നേറ്റമാണ് രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത്. രാഹുൽ വോട്ട് ചോരിയുടെ ഹൈഡ്രജൻ ബോംബ് തയ്യാറാക്കുമ്പോഴും അതീവ ജാഗ്രതയോടെ രാഹുൽ ഗാന്ധി രാജ്യത്ത് മറ്റൊരു പ്രക്ഷോഭത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അട്ടിമറി നടത്താൻ BJPക്ക് ഒത്താശ ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യണം എന്ന് ആവശ്യം ഇപ്പോൾ രാജ്യത്ത് ഉയരുകയാണ്. ഡിസംബർ 14 ഡൽഹി രാമലീല മൈതാനി പുതിയ സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുഖരിതമാവും. രാഹുൽ ഗാന്ധി യുവതയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ പ്രക്ഷോഭം രാജ്യത്തെ ഇളക്കി മറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇലക്ഷൻ കമ്മീഷനും മോദിക്കുമെതിരെ ജൻസിയെ മുൻനിർത്തി നയിക്കുന്ന ആ പ്രക്ഷോഭം പുതിയ കാലത്തെ ഇന്ത്യയുടെ പുതിയ സ്വാതന്ത്ര്യം എന്നറിയപ്പെടും എന്നതിൽ ഒരു സംശയവും ഇന്ത്യ രാജ്യത്ത് ഒരാൾക്കുമില്ല. ആ ദിവസം രാഷ്ട്രത്തിൻ്റെ മുറിവേറ്റ ആത്മാവ് ചോർന്നൊലിച്ച് തളം കെട്ടിയ ചോരച്ചാലിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച രാജ്യം കാണും. നമ്മുടെ വോട്ട് കവരുന്ന അധികാര ദുർഭൂതങ്ങളെ തളയ്ക്കാൻ ചോരത്തിളപ്പിൻ്റെ യുവതലമുറയുടെ മുന്നേറ്റമാവും അത്. രാജ്യം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭത്തിൻ്റെ അട്ടഹാസമാവും അത്. ഭരണസിരാ കേന്ദ്രങ്ങളിലെ കോട്ടക്കൊത്തളങ്ങൾ വിറങ്ങലിക്കും. മോദിയുടെ സിംഹാസനം പ്രകമ്പനം കൊള്ളും. ജനാധിപത്യത്തിന് വേണ്ടി ഉയരുന്ന മുറവിളി 8 ദിക്കും പൊട്ടുമാറ് രാജ്യത്ത് പ്രതിധ്വനിക്കും. രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ഇലക്ഷൻ കമ്മീഷനെതിരെ 3 കോടിയോളം ഒപ്പുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആർത്തനാദമാണ്. 5 കോടിക്ക് മുകളിലേക്ക് ഒപ്പുകൾ ശേഖരിക്കപ്പെടുകയും ജൻസിയുടെ മുന്നേറ്റ ശബ്ദം രാജ്യത്ത് ചോദ്യമുനകൾ തീർക്കുകയും ചെയ്യും. ഇന്ത്യൻ ഭരണഘടന വെറും ഒരു പുസ്തകമല്ല, ഓരോ പൗരനും ബഹുമാനവും നീതിയും തുല്യതയും നൽകുന്ന ഉറപ്പാണത് എന്ന് രാഹുൽ ഗാന്ധി ജൻസിയെയും ഓരോ പൗരനെയും ഉദ്ബോധിപ്പിക്കുകയാണ്. ഇന്ന് പഞ്ചാബിൽ വോട്ട് ചോരിയിൽ പ്രതിഷേധിച്ച ഉദയഭാനു ചിമ്മിൻ്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം നടന്നു. അങ്ങനെ രാജ്യത്ത് ഓരോ കോണിൽ നിന്നും മുളപ്പൊട്ടുന്ന പ്രക്ഷോഭത്തിൻ്റെ ഒഴുക്ക് എല്ലാം കൂടി ചേർന്ന ഒരു മഹാസാഗരമായി രാംലീല മൈതാനിയിൽ എത്തുന്ന ഡിസംബർ 14 ഒരേ ശബ്ദം അവിടെ ഉയരും. ഒരൊറ്റ ലക്ഷ്യമായി ജാതി, മത, വർഗ, ഭാഷ, വസ്ത്ര, ഭക്ഷണം എന്നിവയുടെ വിവേചനം ഇല്ലാതെ യുവത ഇരച്ചു കയറും രാജ്യത്തിൻ്റെ പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക്. ഇത് BJPയുടെ ഇലക്ഷൻ കമ്മീഷൻ്റെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. അവിടെ നിന്നും ഉയരുന്ന ചോദ്യശരങ്ങൾക്ക് മുന്നിൽ മോദി വിറങ്ങലിക്കും. ഇലക്ഷൻ കമ്മീഷന്റെ മേൽ ഉയരുന്ന ചോദ്യങ്ങളിൽ ഭയചകിതനാകുന്ന മോദിയുടെ യഥാർത്ഥ പുറംപൂച്ച് വലിച്ചിഴക്കപ്പെടും. ഇന്ത്യൻ ചരിത്രത്തിലില്ലാത്ത ഒരു പുതിയ ചരിത്രം ജൻസിയുടെ മുന്നേറ്റത്തിൽ എഴുതപ്പെടും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ യുവജനം ഇറങ്ങുകയും അത് രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ അടക്കം കടപുഴക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും. ഇതാണ് ജൻസിയുടെ ശക്തി എന്ന് ഭരണകർത്താക്കൾ അറിയും. രാജ്യത്തെ ചതിച്ച ഒരു ഭരണകൂട ഭീകരതയാണിത്. അധികാരത്തെ ജനപ്രക്ഷോഭത്തിലൂടെ വലിച്ചെറിയുന്ന കാഴ്ച ലോകത്ത് ആദ്യമല്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി അത് നടക്കുകയാണ്. അത് നയിക്കുന്നത് ഇന്ത്യയുടെ പുതു സ്വാതന്ത്ര്യത്തിൻ്റെ ഗാന്ധിയായ രാഹുൽ ഗാന്ധിയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.